നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. രണ്ട് എതിർ ചിഹ്നങ്ങൾ ക്രിയ ചെയ്യാൻ വന്നാൽ വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. -2 + 5, 5 2 പോകാൻ 3, +3. 5 - 8, 8 5 പോകാൻ 3, മൈനസ് വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ്. -3. -6 + 2, വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ കുറയ്ക്കും. 6 2 പോകാൻ 4, വലിയ സംഖ്യയുടെ ചിഹ്നം -4. -5, രണ്ട് നെഗറ്റീവ് സംഖ്യകൾ കൂട്ടാൻ വന്നാൽ -5 + -2, രണ്ടും കൂടെ കൂട്ടി നെഗറ്റീവ് 5 2 കൂടെ കൂട്ടി നെഗറ്റീവ് ചിഹ്നം ഇടുക. -10 + -5 സമം -15. 10 5 കൂടെ കൂട്ടുക, നെഗറ്റീവ് ചിഹ്നം ഇടുക. ഇനി സബ്ട്രാക്ഷൻ കുറയ്ക്കുന്നത് നോക്കാം. രണ്ട് നെഗറ്റീവ് അടുത്തടുത്ത് വന്നാൽ അതങ്ങ് പോസിറ്റീവ് ആകും. അതായത് പിന്നെ ഈ 5 -2, അതായത് 5 + 2 എന്നാകും. അത് 7. 6 -3, രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വന്നാൽ 6 + 3 9. -5 -6, -5 + 6, അതായത് 1. 6 ൽ 5 പോലെ 1, രണ്ട് ചിഹ്നങ്ങൾ. ഇവിടെ രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വന്നാൽ പോസിറ്റീവ് ആയിപ്പോകും. -6 -1, അതായത് -6 + 1, രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വന്നാൽ അപ്പം +1 ആകും. പിന്നെ എതിർ ചിഹ്നമാണ്, വലുതിന് ചെറുത് വയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം. ഏതെങ്കിലും ഒരു സംഖ്യ നെഗറ്റീവ് ആയാൽ ഇൻറ്റു ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണനഫലം പ്രോഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. -5 × 1 -5, 5 ഒന്നുകൂടെ ഗുണിച്ച് -3 × -2, ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയാൽ പ്രോഡക്റ്റ് ഗുണനഫലം നെഗറ്റീവ് ആയിരിക്കും. രണ്ട് നെഗറ്റീവ് സംഖ്യ ഗുണിക്കാൻ വന്നാൽ പോസിറ്റീവ് ആയിരിക്കും. അതേപോലെയാണ് രണ്ട് നെഗറ്റീവ് സംഖ്യ ഡിവൈഡ് ചെയ്യാൻ വന്നാലും അത് പോസിറ്റീവ് ആയിരിക്കും. ഡിവിഷനും അതുപോലെ, ഹരണവും അതുപോലെ തന്നെ. അത് ഒരെണ്ണം നെഗറ്റീവ് ആയാൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയാൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള നെഗറ്റീവ് നമ്പേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക.